ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫേസിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് അല്ലേ. ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാനൊരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ നോസിന് മാത്രമല്ല, നമ്മുടെ ഫേസ് ഒട്ടാകെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരാനും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് പറ്റും. ഇതെന്ന് വെച്ചാൽ ഹോം റെമഡി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഫേസിൽ ഒട്ടാകെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം വളരെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു കോട്ടൺ വെച്ചിട്ട് നല്ലൊരു ചൂടുവെള്ളമാണ് കേട്ടോ. അധികം ഭയങ്കര ചൂടല്ല, എന്നാലും ഒരു നോർമൽ ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. അതൊരു കോട്ടൺ വെച്ച് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഫേസ് പാക്ക് എൻ്റെ നോസിലും അതുപോലെ തന്നെ ഫുൾ ഫേസിലും ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ മുഖം ആവി കൊള്ളിക്കാം കേട്ടോ. എനിക്ക് ആവി കൊള്ളിക്കുന്നത് എനിക്കെന്തോ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ മറ്റ് കെമിക്കലും കാര്യങ്ങളും ഒന്നും തന്നെ യൂസ് ചെയ്യില്ല. ഇത്തരം സംഭവങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം റെമഡി തന്നെയാണ്. അപ്പോൾ ആ ചൂടുവെള്ളം നമ്മളൊന്നിങ്ങനെ പിടിച്ചതിന് ശേഷം അടുത്തത് കുറച്ച് ഹണിയാണ്. ഇത് ഓർഗാനിക്കായിട്ടുള്ള ഇതൊന്നുമല്ല, എങ്കിലും നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള സംഭവം ഇപ്പോൾ കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ച് പാടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അതുതാണ് ഞാൻ മുഖത്ത് ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇന്ന് നോസിൻ്റെ ഭാഗമാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹണി ഞാൻ ഇവിടെ മാത്രമാണ് കുറച്ച് നല്ലോണം എടുക്കുന്നത്. ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുമ്പം അങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു ഹണി വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നൊരു മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ബാക്കി വരുന്നത് മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്ത് അത് 2 മിനിറ്റ് മാത്രം അവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ പാക്ക് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ഫുള്ളായിട്ടൊന്നും വെച്ചില്ല, നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചുകൂടെ ഒരു ഹണി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓർഗാനിക്കായിട്ടുള്ള ഹണി കിട്ടുന്നുള്ളവരാണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിലിപ്പം ഞാൻ മൂക്കിൻ്റെ മേലെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കിപ്പം കുറേ നാളായി ഞാനിങ്ങനെ ചെയ്തിട്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കല്ല, 2 സൈഡ് വശത്തായിട്ടാണ് ഇരിക്കുന്നത്. കുറേ നാളായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് നാളത്തേക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ, ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ബാക്കിയുള്ളതൊക്കെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നെക്ക് പോർഷനിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യും നമുക്ക്. ഇത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആദ്യം തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഞാൻ വയ്യ പറയാം കേട്ടോ. ഞാൻ എപ്പോഴും പാക്കിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ ഗൈസ്. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാ നോസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ നല്ലോണം ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ടിഷ്യൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടിഷ്യൂ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നോസിൻ്റെ മേലെ മാത്രം ഞാൻ ഫസ്റ്റ് പറ്റിച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഫേസ് ഫുള്ളും ഇത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നോസിൻ്റെ ഭാഗത്ത് നല്ല പോലെ, അതായത് അത് പെട്ടെന്ന് നല്ലോണം ഇളകി വരണമല്ലോ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ്. അപ്പോൾ അതിന് വേണ്ടി നല്ല രീതിക്ക് ഞാനത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്, ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എന്നെ കാണുമ്പം തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇതിപ്പോൾ എന്നെ കാണുമ്പം ഏതോ ഒരു സിനിമയിലെ ഏതോ കോമഡി താരം ഇതുപോലെ മൂക്കിനിടി കൊണ്ട് കിടക്കുന്നില്ല, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നല്ല മാല പോലെ പറഞ്ഞു കേളുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിത് അങ്ങനെ ഒട്ടിക്കുന്നതാണ്. ഇപ്പം എന്നെ കാണാൻ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അൾസേഷ്യൻ പട്ടീൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെന്നാണ് എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ തോന്നുന്നത്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കൊണ്ട് നോർമലി ഇത് ഉണങ്ങി സെറ്റാക്കി കിട്ടും കേട്ടോ. ചിലപ്പോൾ
പാക്കൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടി സമയമെടുക്കും. എങ്കിലും ഇത് നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം പറിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വരണം കേട്ടോ. അതുകൊണ്ട് നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം പറിക്കാം. അപ്പം ഞാനിതാ ഏകദേശം പറിക്കുക. ഇത് അത്ര അങ്ങോട്ടേക്ക് ഡ്രൈ ആയിരുന്നില്ല, പക്ഷെ അതിന് മുന്നേ തന്നെ എനിക്കിത് പറിച്ചെടുക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥയാണ് ഗൈസ്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. പാക്ക് എന്തെങ്കിലും ഇതുപോലെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒന്നുകിൽ ആരെങ്കിലും ഗസ്റ്റ് വരും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് ഇതാക്കി കളയേണ്ടി വരും കേട്ടോ. പിന്നെ അതാ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ഒന്നും ആയിട്ടില്ല, ചെറുങ്ങനെ ഡ്രൈ ആയി വരുന്നതേ ഉണ്ടായുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്കത് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അത് ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു ടാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനെന്താ ചടപടേന്ന് അതൊക്കെ പറിച്ച് കളഞ്ഞ് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫേസ് നല്ല പോലെ ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ബ്രൈറ്റായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഓർത്തിട്ടാണ് കേട്ടോ ചിരിക്കുന്നത്. ഞാൻ അവരെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഫുള്ളായിട്ട് അതെനിക്ക് കളയാൻ വേണ്ടി പറ്റില്ല, കാരണം ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യാണല്ലോ. ഞാൻ ആ ടിഷ്യൂ ഒക്കെ ഒരുമാതിരി അങ്ങ് പറിച്ചു കളഞ്ഞ് ഈ കഴുത്തിനൊക്കെ ഇരിക്കുന്ന പോർഷൻ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കത് ഓർത്തോർത്ത് ചിരി വരികയാണ് ഗൈസ്. ഇപ്പം എനിക്ക് മനസ്സിൽ കൂടെ ഒരു ഡയലോഗാണ് കയറി പോകുന്നത്. ഹസ്ബൻഡ് കൂട്ടുകാരൊക്കെ പെട്ടെന്ന് കയറി വന്നു, ചോദിച്ചതോ ഒരു ടാപ്പ്, ഫ്ലോപ്പായതോ എൻ്റെ ഒരു മാസ്ക്. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത്. അങ്ങനെ ഡീപ്പായിട്ട് അത് ഇളകിപ്പോയിരുന്നില്ലെങ്കിലും ആ ഒരു അത്രയും ടൈം വെച്ച സ്ഥിതിക്ക് അത് നല്ല രീതിക്ക് ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെ ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരിട്ട്. ആ ഒരു ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാനത് കാണിക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നതൊക്കെ നമുക്ക് റിമൂവ് ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് വന്നേനെ കേട്ടോ. അപ്പോൾ അതാ എനിക്കത് എന്നാലും ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യും കേട്ടോ, കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് ഡ്രൈ ആകുന്ന വെക്കുന്നവരെ. പക്ഷെ ഒരിക്കലും എനിക്കതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഇനി നമ്മൾ അതൊക്കെ കഴുകി നീറ്റാക്കി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതാ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചിലപ്പോൾ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാനിതാ കുറച്ച് നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഒരു 2-3 ഡ്രോപ്സ് മാത്രം നമ്മുടെ ഫേസിന് ഒന്ന് ടച്ച് ചെയ്തു എന്നുള്ള ഇതിൽ അത് ഞാനൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പാക്ക് ഇട്ടിട്ട് അതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒട്ടുമിക്ക ഗേൾസും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.